നമസ്കാരം. ഹരിശ്രീ ഗണപതയേ നമ. ഹരിശ്രീ മഹാഗണപതയേ നമ. ഹരിശ്രീ ഗണപതായേ നമ എന്നിങ്ങനെ പല രീതിക്ക് നാം മനസ്സിലാക്കാറുണ്ട്. വിദ്യാരംഭം കുറിക്കുന്നു, പല രീതിക്കും എഴുതുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പറയാവുന്നതാണ് ഇതിലേതാണ് ശരി. ഹരിശ്രീ ഗണപതയേ നമ എന്നുള്ളത് തന്നെയാണ്. അവിടെ മഹാഗണപതിയെ നമ എന്നൊക്കെ നമുക്ക് ഗണപതി പറ്റില്ല, മഹാഗണപതിയെ ആവശ്യമാണ് എന്നാണ് കുറച്ചുകൂടി ഒരു വെയിറ്റേജ് വരുമല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. കാരണം പ്രസാദം എന്ന വാക്കിന് നമുക്ക് മഹാപ്രസാദം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എന്തോ ഒരു കൂടുതലാണ്. ശ്രീ എന്ന പദത്തിന് ബ്രഹ്മശ്രീ എന്ന് ഉപയോഗിക്കുന്നു, ശ്രീ പോരാ, ഇല്ലെങ്കിൽ ശ്രീ ശ്രീ എന്ന് ഉപയോഗിക്കുന്നു എന്നിങ്ങനെ. കുംഭാഭിഷേകം എന്ന് പറയുന്ന സ്ഥലത്ത് മഹാകുംഭാഭിഷേകം വന്നു. ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പം എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ മഹാഗണപതി അല്ല അവിടെ. ഹരിശ്രീ ഗണപതയേ നമഃ എന്നുള്ളതാണ്. ഗണപതായേ നമ എന്നുള്ളതല്ല, ഹരിശ്രീ ഗണപതയേ നമഃ. ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ വിദ്യാരംഭം കുറിക്കുകയാണ്. ഇന്ന് ഈ വാക്യം നമ്മൾ ആദ്യമായി എഴുതുമ്പോൾ, ഹരിശ്രീ കുറിക്കുമ്പോൾ അത് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒട്ടുമുക്കാൽ ആൾക്കാരും മലയാളത്തിൽ തന്നെയാണ് എഴുതുന്നത്. ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ് ഇത്. മറ്റുള്ളവർക്കും ഉപകാരപ്പെടും തീർച്ചയായിട്ടും. ഈ സംസ്കാരം നിൽക്കുന്നത് ഭാഷയിലൂടെയാണ്. ഭാഷ അതിൻ്റെ അടിസ്ഥാനമാണ്. ഒന്ന് ചിന്തിക്കുക, ഹരിശ്രീ എന്ന് മലയാളം അറിയുന്നവരടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എഴുതുന്നത് ഒരേപോലെ ആയിരിക്കും, ഒരു തെറ്റ് പോലും വരില്ല. ഹരിശ്രീ എന്ന് വൃത്തിയായിട്ട് എല്ലാവരും എഴുതും. പക്ഷേ ഒരു 100 പേരെടുത്ത് പറയുക ഇംഗ്ലീഷിലൊന്ന് എഴുതൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങി. കാരണം അവിടെ ശ്രീ എന്ന് നാം എഴുതുമ്പോൾ കുറച്ച് പേർ SRI എന്ന് ഉപയോഗിക്കും, കുറച്ച് പേർ SHRI എന്ന് ഉപയോഗിക്കും, കുറച്ച് പേർ SHREE എന്ന് ഉപയോഗിക്കും. എന്നിങ്ങനെ പലതരം കൺഫ്യൂഷനാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ കാരണം ഇംഗ്ലീഷിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇംഗ്ലീഷ് വന്നിട്ട് 200 കൊല്ലം 300 കൊല്ലം ഏവർക്കും അറിയാം. ആ ലാംഗ്വേജിൽ നമ്മുടെ പദങ്ങളൊക്കെ എഴുതുവാൻ തുടങ്ങുകയാണ്. ഇന്ന് ശീലിച്ചു പോയി. ഇന്ന് വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറിയിലെല്ലാം തന്നെ കർമ്മ എന്ന പദം വളരെയധികം പ്രസിദ്ധി ആർജിച്ച പദമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരും ഉപയോഗിക്കാൻ തുടങ്ങി. എന്നിങ്ങനെ പല പദങ്ങളും ചേർന്നിട്ടുണ്ട്. പക്ഷേ അത് റിവേഴ്സിൽ പറ്റില്ല. ഇംഗ്ലീഷിൽ നാം നമ്മുടെ പേര് തന്നെ എഴുതിയാൽ തന്നെ മാറിപ്പോവും. ഹരേ എന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? ഹെയർ എന്ന് എഴുതിയിട്ട് നമ്മൾ ഹരേ എന്ന് വായിക്കണം. HARE എന്ന് എഴുതിയിട്ട് ഹരേ എന്ന് വായിച്ചോളൂ എന്ന് മനസ്സിൻ്റെ അടുത്ത് നാം പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇംഗ്ലീഷ് ഭാഷയെ അവഹേളിക്കുന്ന ഒരു എപ്പിസോഡായിട്ട് കാണരുത്. ഒരിക്കലുമില്ല. ഇന്ന് ജീവിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ആവശ്യമാണ്. പ്രൊഫഷണലി അത് ആവശ്യമാണ്. കാരണം ഗ്ലോബൽ അപ്രോപ്രിയേഷൻ നടക്കുകയാണ്. ഒരു ഗ്ലോബലി അത് അക്സെപ്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് പ്രൊഫഷണലി നാം യൂസ് ചെയ്യുക. പക്ഷെ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും സത്യം മനസ്സിലാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. അതിലേക്കാണ് ഈ ഒരു വിവരം കൈമാറുന്നത്. ഹരിശ്രീ എഴുതുമ്പോൾ സാധിക്കുന്ന പക്ഷം മലയാളത്തിൽ എഴുതുക. കാരണം ആദ്യാക്ഷരം കുറിക്കുമ്പോൾ തന്നെ വിദ്യാരംഭം നമ്മൾ ചെയ്യുമ്പോൾ 2.5 വയസ്സിൽ 3 വയസ്സിൽ നാം ചെയ്യുമ്പോൾ ഹരിശ്രീ മലയാളത്തിൽ തന്നെ ആയിരിക്കും എഴുതിയത്. ഒന്ന് ഏവരും ചിന്തിച്ചു നോക്കുക. ഇല്ലെങ്കിൽ സംസ്കൃതത്തിൽ എഴുതുക. ഇന്ത്യൻ ലാംഗ്വേജസ്, ഇന്ത്യൻ ഭാഷയിൽ, ഭാരതീയ ഭാഷയിൽ ഏത് ഭാഷയിൽ എഴുതിയാലും പറയുന്നത് തന്നെയാണ് എഴുതുന്നത് എന്ന് മനസ്സിലാക്കുക. ഹരിശ്രീ ഗണപതയേ നമഃ എന്ന് എഴുതി ശീലിച്ച് വരും തലമുറയ്ക്ക് അതൊന്ന് പകർന്നു കൊടുക്കണം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വിവരം ഏവരിലേക്കും എത്തിക്കുക. വിദ്യാരംഭ ദിവസം ഏവരും ഹരിശ്രീ ഗണപതയേ നമഃ എന്ന് തെറ്റുകൂടാതെ എഴുതി നമുക്ക് ഏവർക്കും ശീലിക്കാം. നമസ്കാരം.